ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ചെയ്യാത്തോണ്ടൊന്നുമല്ലല്ലോ. ഞാൻ എത്ര കാലം ചെയ്ത് നോക്കിയതാണേ. റെഡി ആവാത്തോണ്ടല്ലേ? ഞാൻ നോക്കിക്കോളാം. ആരാ പരീന്ന? ആടോ, ഒന്നാകെ പ്രഷറാണ്. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ എന്തൊക്കെയാ ചെയ്ത് നോക്കടാ. ഒന്നും കൂടെ സെറ്റ് ആവാത്തോണ്ടല്ലടാ. എനിക്കില്ലേ നല്ല താല്പര്യമുള്ളൊരു ഫീൽഡ് ഉണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട്. പക്ഷെ അത് എങ്ങനെ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. എനിക്കറിയാം അങ്ങനെ ആരെങ്കിലും ചെയ്യണവര് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്ന് ഗൈഡ് ചെയ്യാനൊക്കെ ഒരാളെ കിട്ടീനെങ്കിൽ സെറ്റ് ചെയ്യണേ. അപ്പോൾ കേട്ടില്ല നിങ്ങളെ, 20-21 വയസ്സായിട്ടുള്ള എല്ലാവർക്കുള്ള പ്രശ്നമാണ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ആഗ്രഹം ഉണ്ടാവും എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യുക, അതിന് കുറേ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാവരും പറഞ്ഞേക്കാം. ഡോക്യുമെൻറ്റേഷനൊക്കെ ഭയങ്കര ചോറുള്ള പരിപാടിയാണെന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഒരു കറക്റ്റ് ഒരു വേർഷനാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് അറിയണവർക്ക് ഇത് ചിലപ്പോൾ കുറച്ച് ലാഗായിട്ടുള്ള വീഡിയോ ഒക്കെ. പക്ഷേ ഇത് അറിയാത്തവർക്ക് ഇതിൽ എങ്ങനെ ഒരു നല്ല എക്സ്പോർട്ടർ ആവാം, ഇതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളടുത്ത് എത്ര ഫണ്ട് ഉണ്ട്, അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആവണം നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാ പ്രൊഡക്റ്റിനും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് അയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചൊക്കെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ള ഇഷ്യൂ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് നാട്ടിലുള്ള എല്ലാവരും അറിയണം. നാട്ടിലുള്ള ആൾക്കാർ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ഈ ലോകത്തുള്ള എല്ലാവരും അറിയണം. ഈ ലോകത്തുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയസ്റ്റ് വേയാണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ ഒറ്റ ഒരാളാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കാണ്ട് കമ്പനി രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 ആൾക്കാരുണ്ടെങ്കിൽ പാർട്ണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കാണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടി കേട്ടുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഓടുന്ന ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിള് ഒരു CA മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിനെ മീറ്റ് ചെയ്താലും നമുക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. നമുക്കിതിൽ പാൻ കാർഡിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനി പാൻ കാർഡാണ് ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ പാൻ കാർഡ് മതി. പാൻ കാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണ്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ ആണ്. ഈ GST രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു റൂം നമുക്ക് ആവശ്യമുണ്ടാവും. എന്നിട്ട് ആ റൂം വെച്ചിട്ടാണ് നമുക്ക് GST രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ റൂമില്ലാത്തവർക്ക് വീട് വെച്ചിട്ടും രജിസ്റ്റർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് MSME രജിസ്ട്രേഷൻ ഉണ്ട്. ഈ MSME രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ആ കമ്പനീൻ്റെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടാണ് ആവശ്യം, അല്ലെങ്കിൽ പേഴ്സണൽ കറണ്ട് അക്കൗണ്ട് മതി. അപ്പോൾ കറണ്ട് അക്കൗണ്ട് നമ്മളെടുത്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ട കോഡാണ് IE കോഡ് എന്ന് പറയും. IE കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. ഈ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചിലവിൽ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്ന കോഡ് തന്നെ ഉള്ളൂ. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ നമ്മളടുത്ത് GST രജിസ്ട്രേഷൻ വേണം, പിന്നെ അതുപോലെ തന്നെ പാൻ കാർഡ് വേണം. ഇങ്ങനത്തെ മേലെ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഈ IE കോഡ് കിട്ടുള്ളൂ. ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IE കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്പോർട്ട് പോലെയാണ്. അപ്പോൾ നമ്മൾ ഏത് കൺട്രിക്ക് പോകണമെങ്കിലും നമുക്ക് പാസ്പോർട്ട് നിർബന്ധമാണല്ലോ, അതേപോലത്തെ സാധനമാണ് ഈ IE കോഡ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ IE കോഡ് നിർബന്ധമാണ്. അപ്പോൾ ഈ IE കോഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ട ലൈസൻസ് ആണ് ഈ RCMC ലൈസൻസ് എന്ന് പറയും. അത് നമ്മൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു UAE പോകണമെങ്കിൽ ഒരു വിസ വേണമല്ലോ. ആ വിസയായിട്ട് നമുക്ക് സൗദി പോകാൻ പറ്റില്ലല്ലോ. സൗദി പോകണമെങ്കിൽ സൗദിത്തെ വിസ വേണ്ടേ. അതേപോലെ തന്നെയാണ് ഈ RCMC എന്ന് പറഞ്ഞ സാധനം. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ വഴിയെ പഠിക്കും. ഡോക്യുമെന്റ്സ് സെറ്റ് ആയതിന് ശേഷമുള്ള അടുത്ത പരിപാടിയാണ് പ്രൈസ് ഫിക്സിംഗ് എന്ന് പറയും. പ്രൈസ് ഫിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലുള്ള പ്രൈസ് നമുക്ക് ഡയറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിനുള്ള 3 ടേംസ് ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട 3 ടേംസ് ആണ്. ഒന്ന് FOB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ്. ഈ ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം ഷിപ്പൊക്കെ എത്തുന്ന വരെയുള്ള കോസ്റ്റാണ് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ അടുത്തൊരു സാധനമാണ് C&F എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ആൻഡ് ഫ്രൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കോസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഫ്രൈറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് എത്താനുള്ള ചാർജും കൂടിയാണ് അതിൽ പറയല്. പിന്നെ ഒന്നും കൂടി ഉണ്ട് CIF എന്ന് പറയും. CIF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇൻഷുറൻസും കൂടി നമ്മൾ ഇതിൽ എക്സ്ട്രാ എടുത്തിട്ടുള്ള കോസ്റ്റേക്കാരെ പറയാം. അപ്പോൾ ഞാൻ അടുത്തത് നോക്കാനുള്ളത് പേയ്മെൻറ്റ് ഫിക്സിംഗ് ആണ്. പേയ്മെൻറ്റ് ഫിക്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പൈസ തരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിയാണ് പൈസ തരേണ്ടത്, അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കും. പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ് നമ്മൾ സാധനം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു എന്നിട്ട് നമുക്ക് ഫണ്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് പേടിച്ചിട്ട് കുറേ ആൾക്കാർ എക്സ്പോർട്ട് ഇമ്പോർട്ടിലേക്ക് വരാത്തതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഒരു ECGC ഇൻഷുറൻസ് ഉണ്ട്. ഇതൊരു ഗവൺമെൻറ് ഇൻഷുറൻസ് ആണ്. എന്ന് വെച്ചാൽ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഇൻഷുറൻസ് ആണ്. അത് നമ്മൾ ഇവിടുന്ന് സാധനം അയച്ചിട്ട് നമുക്ക് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റായി. എന്ന് വെച്ചാൽ നമുക്കൊരു ബയ്യർ സെറ്റായി, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും സെറ്റായി, എല്ലാം റെഡിയായി. ഇനി ബയ്യർ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് ഈ ലെവലിലേക്ക് പാക്കിംഗ് വേണം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അപ്പോൾ ബയ്യറിന് ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ 1 ലിറ്ററിൻ്റെ പാക്കറ്റ് ആയിരിക്കും, ചിലപ്പോൾ 2 ലിറ്ററിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ 5 ലിറ്ററിൻ്റെ ആയിരിക്കും. അപ്പോൾ ബയ്യറിന് ഇഷ്ടമുള്ള പോലെ നമ്മളോട് പറയല്ലേ.
അപ്പോൾ നമ്മൾ അതേ പാക്കറ്റ് ആക്കിക്കാണ്ട് നമ്മൾ കൊടുക്കണം. ഒരു പാക്കിംഗ് ലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻവോയ്സും ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോജിസ്റ്റിക്സ് ടീമിനെ മുട്ടിയാൽ മതി. ഈ ലോജിസ്റ്റിക്സ് ടീം ഫുള്ള് ഷിപ്പിംഗ് ഏജൻറ്റിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ബാക്കി ഫുള്ള് അവർ നോക്കും. എന്നിട്ട് നമുക്ക് സാധനം പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 7 ഡോക്യുമെൻറ്റ്സ് കിട്ടും. ഈ ഡോക്യുമെൻറ്റ്സ് മറ്റേ പോർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം അയച്ചിട്ട് അവിടെ ഇറക്കാനുള്ള പോർട്ടിൽ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം അവിടെ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഈ 7 ഡോക്യുമെൻറ്റ്സ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക. ഈ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ബാങ്ക് ത്രൂ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് തരും. പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ RODTP ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡ്യൂട്ടി ഡ്രോബാക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വയ്യ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ എല്ലതും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യുക, പിന്നെ GST എടുക്കുക, പിന്നെ കറണ്ട് അക്കൗണ്ട് എടുക്കുക. നമുക്ക് പേഴ്സണൽ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കമ്പനി കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അത് അങ്ങനെ എടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം IE കോഡ് എടുക്കുക, പിന്നെ RCMC ലൈസൻസ് എടുക്കുക, പിന്നെ നമ്മളെ പ്രൈസിങ് നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ECGCയിൽ നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ കിട്ടാണ്ട്, അപ്പോൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. പിന്നെ പാക്കിംഗ് ഒന്ന് സെറ്റ് ആക്കുക. പാക്കിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻവോയ്സും പിന്നെ അതേപോലെ തന്നെ പാക്കിംഗ് ലിസ്റ്റും എടുത്തുകൊണ്ട് നമ്മളൊരു ഷിപ്പിംഗ് ഏജൻറ്റിനോ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സിനെ നമ്മൾ മുട്ടുക. നമ്മൾ ബാക്കി കാര്യങ്ങൾ ഒരു ചെയ്യും. എന്നിട്ട് നമുക്കൊരു ഡോക്യുമെൻറ്റ്സ് തരും, ഒരു 7 ഡോക്യുമെൻറ്റ്സ് തരും. അത് വെച്ചിട്ട് നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളെ ഫണ്ട് നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലതും വളരെ ഷോർട്ട് ആക്കിയാണ്ട് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ കട്ടിയുള്ള വേർഡ്സ് ആൾക്ക് നിങ്ങൾ കേൾക്കും, പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും എന്നുള്ളൂ. നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ഇങ്ങനെ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇതുവരെയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് നമ്പർ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്, പിന്നെ Instagram ഉണ്ട്, അതിലും ചോദിക്കാം, പിന്നെ ഫേസ്ബുക്കിലും ആണെങ്കിൽ അതിലും ചോദിക്കാൻ പറ്റും. എങ്ങനെ ആണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇനിയും ഇതേപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസും അതേപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.